സുഹൃത്തുക്കളെ, നമ്മളിന്ന് PSC കണക്റ്റഡായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കുന്നത്. നമ്മൾ പലതും സിമിലാരിറ്റി തോന്നുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 5-നാണ്. ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനം. രണ്ടാമത്തെ ചോദ്യം, ദേശീയ അധ്യാപക ദിനം എപ്പോഴാണ്? ദേശീയ അധ്യാപക ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 5-നാണ്. സെപ്റ്റംബർ 5-നാണ് ദേശീയ അധ്യാപക ദിനം. ഞാനിത് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 എന്നുള്ളത് ഞാൻ ഒന്നാം ലോക മഹായുദ്ധം എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ചു. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒക്ടോബർ അവിടെ കിട്ടി, ലോക ചോദ്യത്തിലും കിട്ടി. അപ്പോൾ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. അതുപോലെ ദേശീയ അധ്യാപക ദിനം എപ്പോൾ എന്നുള്ള സെപ്റ്റംബർ 5. അപ്പോൾ ഞാൻ അവിടെ ദോശ എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തു. ദേശീയ എന്നുള്ളതിൽ ദായും സെപ്റ്റംബറിലെ സായും ഞാൻ ജസ്റ്റ് ആ ഒരു ലെറ്റർ വ്യത്യാസമുണ്ട്, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ദോശ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ദേശീയ സെപ്റ്റംബർ എന്നുള്ളത് നമുക്ക് അവിടെയും കിട്ടും. ഇൻ കേസ് ഒരു സംശയം വരികയാണെങ്കിൽ യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഫിക്സായിട്ട് അത് ഉറപ്പിച്ച് പഠിച്ചവർക്ക് പ്രശ്നമല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് അങ്ങനെ ചെയ്തു വെച്ചാണ്. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി ചുമതല ഏറ്റെടുത്ത വർഷം എന്നാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി ചുമതല ഏറ്റെടുത്ത വർഷം 1962 മെയ് 13-നാണ്. 1962 മെയ് 13-നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിട്ട് ചുമതല ഏറ്റെടുത്തത്. ഏഴാമത്തെ ചോദ്യം, ദേശീയ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം എന്നാണ്? ദേശീയ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം 1962-ആണ്. 1962 മുതലാണ് ദേശീയ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ആർ ശങ്കർ അധികാരമേറ്റെടുത്ത വർഷം എന്നാണ്? കേരളത്തിൽ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ആർ ശങ്കർ അധികാരമേറ്റെടുത്ത വർഷമാണ് 1962. 1962-ലാണ് കേരളത്തിൽ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ആർ ശങ്കർ അധികാരമേറ്റെടുത്തത്. പത്താമത്തെ ചോദ്യം, കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. 11ാമത്തെ ചോദ്യം, അവിശ്വാസ പ്രമേയത്തിലൂടെ രാജിവെച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ രാജിവെച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. 12ാമത്തെ ചോദ്യം, ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ്? ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് പി കെ കുഞ്ഞ്. പി കെ കുഞ്ഞാണ് ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. 13ാമത്തെ ചോദ്യം, സംസ്ഥാന ലോട്ടറി നിലവിൽ വരുമ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു? സംസ്ഥാന ലോട്ടറി നിലവിൽ വരുമ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു? ഉത്തരം പി കെ കുഞ്ഞാണ്. പി കെ കുഞ്ഞായിരുന്നു സംസ്ഥാന ലോട്ടറി നിലവിൽ വരുമ്പോൾ ധനകാര്യമന്ത്രി. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച വർഷം എന്നാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച വർഷമാണ് 1967 നവംബർ 1. 1967 നവംബർ 1. 16ാമത്തെ ചോദ്യം, 1967 ലോട്ടറി ആരംഭിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 1967 ലോട്ടറി ആരംഭിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടായിരുന്നു 1967 ലോട്ടറി ആരംഭിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി. 17ാമത്തെ ചോദ്യം,
വിമോചന സമരത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. വിമോചന സമരത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. 18ാമത്തെ ചോദ്യം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട്. 19ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് കേരളത്തിൽ രണ്ടാമത്തെ മുഖ്യമന്ത്രി. 20ാമത്തെ ചോദ്യം, വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് C. അച്യുതമേനോൻ. C. അച്യുതമേനോനാണ് വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ആദ്യ കേരള മുഖ്യമന്ത്രി. 21ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി ആയ ശേഷം പ്രതിപക്ഷ നേതാവായ വ്യക്തി ആരാണ്? ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രി ആയ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് PT ചാക്കോ. PT ചാക്കോയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. നമ്മൾ പ്രതികളെ ചാക്കിട്ട് പിടിച്ചു എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. 23ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് EMS നമ്പൂതിരിപ്പാട്. 25ാമത്തെ ചോദ്യം, കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ കൃതിയാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ കൃതിയാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. 26ാമത്തെ ചോദ്യം, കേരളം പ്രശ്നങ്ങളും സാധ്യതകളും ആരുടെ കൃതിയാണ്? കേരളം പ്രശ്നങ്ങളും സാധ്യതകളും ആരുടെ കൃതിയാണ്? C. അച്യുതമേനോൻ്റെ കൃതിയാണ്. C. അച്യുതമേനോൻ്റെ കൃതിയാണ് കേരളം പ്രശ്നങ്ങളും സാധ്യതകളും. 27ാമത്തെ ചോദ്യം, കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാല ആരുടെ കൃതിയാണ്? കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാല ആരുടെ കൃതിയാണ്? E.K. നായനാർ. E.K. നായനാരുടെ കൃതിയാണ് കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാല. 28ാമത്തെ ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. E.K. നായനാരാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി. 29ാമത്തെ ചോദ്യം, 1998 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്നത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? അപ്പോൾ 1998 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്തെ കേരള മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. E.K. നായനാരായിരുന്നു 1998 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്നത്. 30ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നു E.K. നായനാർ. E.K. നായനാറായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ കേരള മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, 31ാമത്തെ ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സമയത്ത് കേരള മുഖ്യമന്ത്രി E.K. നായനാറായിരുന്നു. E.K. നായനാർ. 32ാമത്തെ ചോദ്യം, E.K. നായനാരുടെ സമാധി സ്ഥലം എവിടെയാണ്? E.K. നായനാരുടെ സമാധി സ്ഥലം, അവിടെ ജസ്റ്റ് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. E.K. നായനാരുടെ സമാധി സ്ഥലം പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് E.K. നായനാരുടെ സമാധി സ്ഥലം. 33ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സമാധി സ്ഥലം എവിടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സമാധി സ്ഥലവും പയ്യാമ്പലം ബീച്ചാണ്. 34ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം. ആരുടെ തൂലികാനാമമായിരുന്നു കേരളൻ എന്നറിയപ്പെട്ടിരുന്നത്? ആരാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്? സ്വദേശാഭിമാനി കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. 36ാമത്തെ ചോദ്യം, കേരളൻ എന്നത് ആരുടെ മാസികയാണ്? K. രാമകൃഷ്ണപിള്ളയുടെ മാസികയാണ് കേരളൻ. കേരളൻ എന്ന മാസിക K. രാമകൃഷ്ണപിള്ളയുടേതാണ്. അടുത്തത് 37ാമത്തെ ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ശാരദയാണ്. ശാരദ. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശാരദ. 38ാമത്തെ ചോദ്യം, കാറൽ മാക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? K. രാമകൃഷ്ണപിള്ളയാണ്. കാറൽ മാക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് K. രാമകൃഷ്ണപിള്ളയാണ്. 39ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനിയുടെ ആത്മകഥ എൻ്റെ നാട് കടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാട് കടത്തൽ. എൻ്റെ നാട് കടത്തൽ.
40ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് എവിടേക്കാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? തിരുനെൽവേലിയിലേക്കാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. 41ാമത്തെ ചോദ്യം, രാജ്യദ്രോഹി എന്ന് ചിത്രീകരിക്കപ്പെട്ട നാട് കടത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 42ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷമാണ് 1910 സെപ്റ്റംബർ 26. 43ാമത്തെ ചോദ്യം, രാമകൃഷ്ണപിള്ളയെ നാട് കടത്തപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. 44ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരായിരുന്നു? ഉത്തരം പി രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ സമയത്ത് ദിവാൻ. 45ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ച വർഷം 1916 മാർച്ച് 28. 1916 മാർച്ച് 28 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത്. 46ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത് ഏത് ജില്ലയിൽ വെച്ചാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിൽ വെച്ചാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത് കണ്ണൂർ ജില്ലയിൽ വെച്ചാണ്. നമ്മളിപ്പോൾ വളരെ 46ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.